നമ്മെ സംരക്ഷിക്കുകയും നമ്മെ സൂക്ഷിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ ആഴം അതിശക്തമായി വെളിപ്പെടുത്തുന്ന മനോഹരമായ ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ശബ്ദം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും സമാധാനവും നൽകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. 119 സങ്കീർത്തനം 122 വാക്യം, അടിയൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദി ആയിരിക്കണമേ, അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുതേ. 119 സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് വ്യക്തമായി ഇടപെടുന്ന ദൈവശബ്ദം ഇതാ. സങ്കീർത്തനക്കാരൻ പറയുന്നു, അടിയൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദി ആയിരിക്കണമേ. ഉത്തരവാദിത്വമുള്ളൊരു ദൈവത്തെ സങ്കീർത്തനക്കാരൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. സംരക്ഷിക്കുന്ന ദൈവത്തെ, പരിപാലിക്കുന്ന ദൈവത്തെ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ജീവിതത്തിൽ പറയുന്നു, അടിയൻ്റെ നന്മയ്ക്ക് വേണ്ടി നീ ഉത്തരവാദിയായിരിക്കണം. തൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയ നന്മകൾ തൻ്റെ കരങ്ങൾ കൊണ്ട് സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കപ്പെടുവാൻ കഴിയുന്നതല്ല. ജീവിതത്തിൻ്റെ മേഖലയിൽ, സാഹചര്യങ്ങളിൽ, അവസ്ഥകളിൽ ദൈവത്തിൻ്റെ സംരക്ഷണം കൂടിയേ തീരൂ. ദൈവം അതിനെ പരിപാലിച്ചേ പറ്റൂ. കർത്താവ് ഉത്തരവാദിയായിരിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തെ, തൻ്റെ നന്മകളെ കർത്താവിനായി പൂർണ്ണമായി ഏൽപ്പിക്കുന്നൊരനുഭവം ആ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ പൈതലേ, ഇന്ന് ദൈവം ഹൃദയത്തിലേക്ക് ദൂത് പകരുന്നു. നമ്മുടെ കർത്താവ് ഉത്തരവാദിത്വമുള്ള ഒരു ദൈവമാണ്. ഇന്ന് ഹൃദയത്തിൽ ഭാരം കൊണ്ടും പ്രയാസം കൊണ്ടും ജീവിതത്തിൻ്റെ തലങ്ങളിൽ മുന്നേറുവാൻ നോക്കുന്ന, ശ്രമിക്കുന്ന ആ തലത്തിൽ ദൈവത്തിൻ്റെ ശബ്ദമിതാ. കർത്താവിന് ഉത്തരവാദിത്വമുണ്ട്. നമ്മെക്കുറിച്ച്, നമ്മുടെ നന്മകളെക്കുറിച്ച്, തലമുറയെക്കുറിച്ചുള്ള ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. കർത്താവ് അതിനെ പാലിക്കും. ദൈവം അതിനെ സംരക്ഷിക്കും. എത്ര രോഗത്തിൻ്റെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴും നമ്മെ സൂക്ഷിപ്പാൻ ശക്തനായ ദൈവം, ഉത്തരവാദിത്വമുള്ള ദൈവം. ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആ രോഗം ഭീതിയോടെ കാണുകയല്ലേ? ആ രോഗത്തിൻ്റെ അവസ്ഥ ഇന്നും ഞെട്ടലോടെയല്ലേ ഹൃദയതലമായിരിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഇതാ. ദൈവം അതിൻ്റെ നടുവിൽ സംരക്ഷിക്കും. ദൈവം അതിൻ്റെ നടുവിൽ സൂക്ഷിക്കും. ആ തലത്തിലാ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കരം കൂടെയിരിക്കുന്നത്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ രാജാവ് പോലും ദാനിയേലിനോട് ചോദിച്ചില്ലേ, സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം പ്രാപ്തനാണോ? ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ? ദൈവത്തിൻ്റെ പൈതലേ, ദാനിയേലിൻ്റെ ദൈവത്തിന് പ്രാപ്തിയുണ്ടോ എന്ന് ഒരു രാജാവ് അന്വേഷിക്കുക. പ്രാപ്തനായോ എന്ന് ചോദിക്കുകയാണ്. കാരണം ദാനിയേലിനൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. ദാനിയേലിന് ജീവനുള്ള ദൈവം ഉണ്ടെന്ന് രാജാവിന് മനസ്സിലായി. അതുകൊണ്ടല്ലേ പ്രഭാതത്തിൽ ആ സിംഹത്തിൻ്റെ ഗുഹയുടെ അരികിലേക്ക് രാജാവ് ഓടിയെത്തുവാൻ കാരണമായി തീർന്നത്. ഇന്ന് ദൈവത്തിൻ്റെ ദൂതിത ഏത് അവസ്ഥയിലും, ഏത് സാഹചര്യത്തിലും അമ്മേ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവമുണ്ടെന്നും ജീവനുള്ള ദൈവമുണ്ടെന്നും പ്രാപ്തിയുള്ള ദൈവമാണെന്നും തെളിയിക്കുന്ന കാലഘട്ടം വെളിപ്പെട്ടു വരാൻ പോവാ. ആ നിലവാരത്തിലാണ് ജീവിതസ്ഥിതിയിൽ കർത്താവ് വെളിപ്പെടുത്തി
വെളിപ്പെടുത്താൻ പോകുന്ന, എന്നും കർത്താവ് കണ്ണടച്ചിരിക്കത്തില്ല, എന്നും ദൈവം മൗനമായിരിക്കത്തില്ല. ജീവനുള്ള ദൈവം ഉണ്ടെന്ന് കർത്താവിൻ്റെ ശക്തി ദൈവം വെളിപ്പെടുത്തുന്ന ഒരു സമയത്തിലേക്ക് കാലഘട്ടം തിരിയാൻ പോവുക. ഇന്ന് ദൂതേറ്റെടുക്കട്ടെ, പ്രാർത്ഥിക്കുവാൻ ദൈവം ഇതിൽ തയ്യാറാണെങ്കിൽ സംരക്ഷിക്കുവാൻ ദൈവം വിശ്വസ്തനാ. ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ അധികാരത്തെ രാജാവ് പോലും മനസ്സിലാക്കുന്ന നിലയിൽ ദൈവം ഇതാ അത്ഭുതം ചെയ്യാൻ പോകുന്നു. യോബിൻ്റെ ജീവിതത്തിലും ദൈവം യോബിനെ സംരക്ഷിച്ചില്ലേ? ദൈവത്തിൻ്റെ പരിപാലനത്തിലല്ലായിരുന്നോ ഒരു കാലഘട്ടം യോബിനിൽ ജീവിതത്തിൻ്റെ മേഖലയിൽ ഉണ്ടായിരുന്നത്? വചനം വ്യക്തമാക്കുന്നില്ല. 1-ാം അധ്യായത്തിൽ യോബിനും യോബിൻ്റെ വീടിനും യോബിനുള്ള സകലത്തിനും ദൈവം വേലി കെട്ടി. ശത്രു അത് കണ്ടു, മിത്രങ്ങൾ അത് കണ്ടില്ല, കുടുംബം അത് കണ്ടില്ല, സ്നേഹിതരത് കണ്ടില്ല, അയൽക്കാരത് കണ്ടില്ല, ശത്രു കണ്ടു. ദൈവം കെട്ടിയ വേലി, ചുറ്റും വേലി കെട്ടിയിരിക്കുക. ദൈവത്തിൻ്റെ വൈദ്യല് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, തലമുറയോർത്ത് ഭാരപ്പെടണ്ട, കുടുംബത്തെ ഓർത്ത് ഭാരപ്പെടണ്ട. ദൈവം ചുറ്റും വേലി കെട്ടിയിരിക്കുക. ആ നന്മയോർത്ത് ഭാരപ്പെടേണ്ട. നഷ്ടപ്പെട്ടു പോകുമെന്ന് ദുഃഖം അകത്തളങ്ങളിൽ വേണ്ട, അതിനെ ചൊല്ലി നിരാശപ്പെടേണ്ട. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദവിധ, ദൈവം വേലി കെട്ടിയിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ദൂത്, ദൈവം വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുക. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരം കൂടെയിരിക്കുന്നത്. അതിശക്തമായി പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ദൂത് വെളിപ്പെടുത്തുക. യോബ് തൻ്റെ തലമുറയെക്കുറിച്ച് ഭാരപ്പെട്ടു. പാപം ചെയ്ത് ദൈവത്തിൻ്റെ ആ ഹൃദയ തലങ്ങളിൽ നിന്ന് മാറിപ്പോകുമോ? ദൈവത്തെ ത്യജിച്ചു പറയുമോ? ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോ? ഭയപ്പെട്ടു യോബ് 1-ാം അധ്യായത്തിൽ. അപ്പോഴും വചനം പറയുന്നു, ദൈവം സകലത്തിനും വേലി കെട്ടിയിരിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, യോബ് ഭാരപ്പെട്ടപ്പോഴും തലമുറയുടെ ചുറ്റും ദൈവത്തിൻ്റെ വേലിയുണ്ടായിരുന്നു. ഇന്ന് ആരുടെയൊക്കെയോ പരിശുദ്ധാത്മ ശക്തമായി സംസാരിക്കുന്നു. ഇന്ന് ദുഃഖിക്കുന്ന വിഷയം, ഇന്ന് ഭാരപ്പെടുന്ന വിഷയം, ദൈവത്തിൻ്റെ വൈദ്യലെ നിശ്ചയവാ ദൈവം വേലി കെട്ടിയിരിക്കുക. കർത്താവ് സംരക്ഷിക്കുന്നു, ദൈവം പരിപാലിക്കുന്നു. നമ്മെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ളൊരു ദൈവം, ഉത്തരവാദിത്വമുള്ളൊരു ദൈവം. ആ കർത്താവിൻ്റെ കരം ചലിക്കും, ദൈവം സംരക്ഷിക്കും, ദൈവം പരിപാലിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം, അവരുടെ അവസ്ഥ സാഹചര്യം മേൽ ഏതവസ്ഥയിലും സംരക്ഷിച്ച് വിടുവിപ്പാൻ പ്രാപ്തിയുള്ള കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.